ചിരിയിൽ ഞാൻ കേട്ടു ഗീതം സംഗീതം ഇതളണിയും മല്ലിപ്പൂവേ. ചിരിയിൽ ഞാൻ കേട്ടു ഒരു ഗീതം സംഗീതം ഇതളണിയും മല്ലിപ്പൂവേ. ഈ പാട്ട് ശോഭയ്ക്ക് ഓർമ്മയുണ്ടോ? അത് പോട്ടെ, എന്നെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ മിണ്ടാത്തത്? ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ? ഇല്ല. പിന്നെ എന്തിനീ പ്രവൃത്തി ചെയ്തു? എന്തിനു വഞ്ചന കാണിച്ചു? ഇപ്പോൾ എനിക്കതിന് മറുപടിയില്ല. തെറ്റ് ചെയ്തവർക്ക് മറുപടി എങ്ങനെ കാണും? തെറ്റോ ശരിയൊന്ന് കാലം തെളിയിക്കും. ഇപ്പോൾ തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞു. പണത്തിന് വേണ്ടി നമ്മുടെ സ്നേഹം എത്ര നിസ്സാരമായി നീ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇല്ല. പിന്നെ എന്തിനു വിവാഹം കഴിച്ചു? ഈ ബംഗ്ലാവിന് വേണ്ടി, ഈ ആഡംബരത്തിന് വേണ്ടി, നിന്റെ ഈ സുഖത്തിന് വേണ്ടി അല്ലേ? പറയൂ ശോഭേ, പറയൂ, എന്തിന്? ശോഭേ, നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭേ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ഇതാണ് എന്റെ ഭർത്താവ്. നിന്റെ മുഖമൊന്ന് വാടിയാൽ, ഈ കണ്ണൊന്ന് നിറഞ്ഞാൽ എന്റെ മനസ്സ് താങ്ങുമായിരുന്നു ശോഭ. ഒന്ന് ഓർമ്മിച്ചു നോക്കൂ. ശോഭേ, ശോഭേ, എന്തിനാ കരയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഈ കണ്ണുനീർ കാണാൻ എനിക്ക് ശക്തിയില്ല ശോഭേ. ലാബറട്ടറിയിൽ അരമണിക്കൂർ ലേറ്റായി പോയി. അവിടുന്ന് വാണമിട്ട മാതിരി ഓടി വന്നു. ഒരുത്തന്റെ മേലിടിച്ച് മറിഞ്ഞും വീണു. ഇതാ നോക്ക്. കള്ളത്തനമായിരുന്നു. ശോഭേ, രഘു ലൈറ്റ് ഇടൂ. ചെറിയൊരു ജോക്ക്. നിങ്ങളുടെ ധൈര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്ത് രഘുവിനെ വേദനിപ്പിച്ച പോരെ? ലൈഫ് എന്ന് പറഞ്ഞാൽ കരച്ചിലും ചിരിയും കളിതമാശ എല്ലാം വേണം. ഡാഡി, ലൈഫ് ഈസ് എ മിക്സ്ചർ. എന്തൊരു നിലവിളിയായിരുന്നു. ഞാൻ അന്തം വിട്ടുപോയി. രഘു, ശോഭയെ പ്രസവിച്ചപ്പോ അവൾ സാധാരണ കുട്ടികളെ പോലെ കരഞ്ഞില്ല, പൊട്ടിച്ചിരിക്കായിരുന്നു. പിന്നെ പിന്നെ അന്നേരം ചിരിച്ചതേ ആശുപത്രിയിലെ നേഴ്സായിരുന്നു, നിങ്ങളുടെ പഴയ കൂട്ടുകാരി. ഓർഡർ ഓർഡർ. വ്യക്തിപരമായ പരാമർശങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ചർച്ചകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഒരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള പ്രത്യേക ചുറ്റുപാടിൽ അച്ഛൻ നേഴ്സിനോട് മാത്രമല്ല ലേഡി ഡോക്ടറോടും ചേർന്ന് ചിരിക്കാൻ അവകാശമുണ്ട്. The court is adjourned. Now to the bar room. അയ്യോ മോളെ, വരവരെ ആയില്ല. മോളെ, നിന്റെ ഈ അളവ് ഗ്ലാസ് എന്താ ഓരോ ദിവസം ചെറുതായി വരുന്നത്? ഇത് ന്യായമല്ല. അളവ് കള്ളത്തിനും കാണിക്കുന്നത് ഭയങ്കര കുറ്റമാണ്. നീ പോയി പഠിക്കടാ. ഡാഡി, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മൊത്തം 4 ഔൺസ്. 2 ഔൺസ് ഡാഡി കുടിച്ചു, ബാക്കി 2 ഔൺസ് ഇതിലൊഴിച്ചിരിക്കുന്നു. മോളെ, ഈ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ,
ദിവസം ഒരു കുപ്പി അടിക്കുന്നേ അറിയോ? അച്ഛാ, എപ്പോഴാച്ചാ ഞാനും അച്ഛനെ പോലെ പാന്റും കോട്ടും ഇടുന്നത്? മോൻ വലുതാവുമ്പോ. എപ്പോഴാച്ചാ ഞാൻ കോർട്ടിൽ പോകുന്നത്? നീ പഠിച്ച് ഡിഗ്രി ഒക്കെ വാങ്ങിയതിന് ശേഷം. എപ്പോഴാച്ചാ ഞാൻ ഈ പെഗ് കുടിക്കുന്നത്? പ്രസംഗം. മോളെ, ഒരു പെഗ് കൂടെ. നോ മോർ പെഗ്. അച്ഛനൊരു വലിയ കേസ് ജയിച്ചല്ലേ മോളെ, അതിന്റെ സമ്മാനമായിട്ടെങ്കിൽ. തോറ്റാലും ജയിച്ചാലും നോ ചേഞ്ച് ഇൻ കോട്ട. എന്റെ പൊന്നുമോളല്ലേ. എന്റെ പൊന്നു ഡാഡിയല്ലേ. കേസ് ജയിച്ചതിന് പ്രസന്റ് ആയെങ്കിലും ഒരവൺസോട് കൊടുക്കുമോളെ. ഞാൻ അച്ഛൻ ഉപ്പേരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആരുടെ ശുപാർശയും ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിക്കില്ല. എന്നാൽ നാളത്തെ 2 പെഗിന്ന് ഒരു പെഗ് ഇന്നതാ. നാളെ കുറച്ച് വന്നാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രീംസ്. കമാൻ കമാൻ, ചോറെണ്ണ. മീനാക്ഷി, നിന്റെ ഇന്നത്തെ പരിപാടി പൊട്ടി. പതുക്കെ പറ. ചേച്ചി, 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 എന്താടാ? എന്റെ കണ്ണ് നീറുന്നു, മക്ക കാണുന്നില്ല. ആ നീറട്ടെ. ചേച്ചി, അങ്ങനെ തന്നെ വേണം. പഠിക്കാൻ പറഞ്ഞിട്ട് നീ പഠിച്ചോടാ. കണ്ണ് നീറുന്നു ചേച്ചി. ആ ഇരിക്കും. എടാ, പരീക്ഷയ്ക്കുള്ള പാഠമെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചോ? അത് പഠിച്ചോന്ന്. ബുദ്ധിയുള്ളത് പഠിക്കില്ലേ ചേച്ചി? പിന്നെ പിന്നെ പേടിക്കും. ഓടിച്ചു ഞാൻ. രഘു, രഘു, നാണമില്ലല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ. കാപ്പി കുടിക്കാമോ? ഇതാ. ശോഭ കുടിക്ക. രഘു കുടിക്ക. എന്താണ് അവിടെ ശബ്ദം? കാപ്പി കയ്യിൽ നിന്ന് വീണതാമേ. നീ എന്തിനാണ് കാപ്പി എഴുന്നള്ളിച്ചുകൊണ്ട് കൊടുക്കുന്നത്? ഇവിടെ വന്ന് കുടിച്ചുകൂടെ? സാരമില്ല, അങ്ങോട്ട് ചെല്ലേ പോ. പിന്നെ വരെ. ഡാഡി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. മന്ത്രിസഭ പൊളിയുന്നു, ഭരണമുന്നണിയിൽ അങ്കലാപ്പ് എന്ന് വെച്ചാൽ കാലുമാറ്റത്തിന് വില കൂടുന്നു എന്നർത്ഥം. മന്ത്രിസഭ വന്നന്ന് മുതൽ ദാ പൊളിയുന്നു പൊളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന് രാഷ്ട്രീയം ചാലക്കമ്പോളം പോലെയായി. വില കൊടുത്താൽ എന്തും വാങ്ങിക്കാം. ഒരൊറ്റ ദിവസം ഈ മന്ത്രിസഭ എന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? എല്ലാം ശരിപ്പെടുത്തി കൈ കൊടുക്കാം. അതല്ലേ മോളെ അവര് എന്നെ നിന്നെ ഏൽപ്പിക്കാത്തത്. വേണമെങ്കിൽ നിന്റെ അമ്മയെ ഏൽപ്പിക്കും. അമ്മയുള്ളത് കൊണ്ടാ ഈ നാട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയം പിന്നെ മതി ഡാഡി. വേഗം കാപ്പി കുടിച്ചിട്ട് കോർട്ടിൽ പോകാൻ നോക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. ഇത് ചീര, കോസ്, പിന്നെ ഇത് ഡാഡിക്ക് പാവയ്ക്ക. ഈ പടവലെങ്കിൽ അമ്മയ്ക്ക് അലർജി അല്ലേ? വഴുതണങ്ങിയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇങ്ങതാ, ഈ പെണ്ണ് വായിക്ക് രുചിയായിട്ട് ആരും ഒന്നും തിന്നാൻ വിടത്തില്ല. നിനക്കൊരുത്തം വരുമ്പോഴേ നീ പഠിച്ചോളൂ. ആര് വന്നാലും ഞാൻ വരച്ച വരെ നിർത്തും. അതിന് ആണുങ്ങളെ കിട്ടത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഡാഡിയെ കിട്ടിയതോ?